സദ്ഗുരുവേ ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോ നമ്മൾ പൊതുവെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, മനസ്സിന്റെ ശാന്തി, സമാധാനം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഇടയ്ക്ക് കുറച്ച് നെഗറ്റീവ് കമന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീ അതിലൊക്കെ ചിലപ്പോൾ വളരെ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. അപ്പൊ സ്ത്രീക്ക് ചിലപ്പോൾ നിരാശ വരും. അപ്പൊ സ്ത്രീ പറയും ഞാനിത് നിർത്താം എന്ന് തന്നെ പലപ്പോഴും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. മാത്രമല്ല, ചില കമന്റ്സുകൾ വായിക്കുമ്പോൾ അത് വളരെ മോശമായിട്ടുള്ള കമന്റ്സ് തന്നെയാണ്. വായിക്കുമ്പോൾ വളരെ കുറച്ച് ദേഷ്യപ്പെട്ട് അതിനെല്ലാം മറുപടി കൊടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണുന്നു. അപ്പോൾ ശരിക്കും ഇപ്പം ആത്മീയത എന്ന് പറയുമ്പോൾ ഒരു ശാന്തിയും സമാധാനവും അല്ലെങ്കിൽ സഹിഷ്ണുത അതൊക്കെ പറയുന്ന ഒരു കാര്യമാണല്ലോ. അതിൻ്റെയൊക്കെ ഒരു മേഖലയാണല്ലോ ശരിക്കും ആത്മീയമായിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പിന്നെ ഇങ്ങനെ ശാന്തിയും സമാധാനവും എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾ തന്നെ ഇങ്ങനെ ഉള്ള നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യത്തിൽ ഇത്ര അസഹിഷ്ണുത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ദേഷ്യം നിങ്ങൾക്ക് വരുന്നു അല്ലെങ്കിൽ നിങ്ങൾ മതിയാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ ഇത് ശരിയാകും എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞ ദിവസം. അപ്പോൾ ശ്രീ എന്തു പറയുന്നു ഇതിനുള്ള ഒരു മറുപടി ആയിട്ട്? സദ്ഗുരുവേ ശരണം. ഇപ്പം ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു സന്യാസിയെ പോലത്തെ ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഈ ചില ആധ്യാത്മിക വിഷയങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ശാന്തി മാർഗങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. വളരെ ശാന്തി സമാധാനത്തോട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അത് ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്പോണ്ടേനിറ്റിയും ആ നിമിഷം പ്രതി നമ്മുടെ ഒരു സത്യസന്ധമായ ഒരു പെരുമാറ്റത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ മനസ്സിൽ വരുന്ന നോർമലായിട്ടുള്ള വിചാരങ്ങളോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണോ നമ്മുടെ മനസ്സെന്ന് വരുന്നത് സമ്പൂർണ്ണമായിട്ട് അത് പ്രകടിപ്പിക്കുക. കാരണം നമ്മൾ വ്യക്തിഗതമായ കാര്യത്തിനോ അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. നമ്മൾ നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അത് തനിക്കും മറ്റുള്ളവർക്കെല്ലാം നന്മ വരണം എന്നുള്ള ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മളിപ്പോൾ അവിടെ ദേഷ്യമാണെങ്കിൽ ഇപ്പോൾ ദേഷ്യം, സ്നേഹമാണെങ്കിൽ സ്നേഹം, എന്താണോ നമ്മുടെ സത്യസന്ധമായിട്ട് പെരുമാറുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഇപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഒത്തിരി ദേഷ്യപ്പെടും അല്ലെങ്കിൽ ഒത്തിരി നിരാശനായിട്ട് കാണിക്കും. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ വികാരങ്ങളെ സത്യസന്ധമായി പ്രകടിപ്പിക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ നല്ല അഭിനയിച്ച് ഇപ്പോൾ ക്യാമറ തുറന്നു വെച്ചേക്കാണ് വളരെ മനോഹരമായിട്ട് അഭിനയിച്ച് ശാന്തിയും സമാധാനവും എന്നൊക്കെ പറഞ്ഞ് വളരെ അഭിനയിച്ചൊക്കെ എനിക്ക് വേണമെങ്കിൽ സംസാരിക്കാം. പക്ഷേ ഞാൻ ഈ ക്യാമറ തുറന്നു വെച്ചത് പോലും മറന്നിട്ട് ഒരു നോർമലായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഇമോഷനിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ചിലർ വിചാരിക്കുന്നത് എനിക്കെന്തോ ചില കാര്യങ്ങളൊക്കെ വളരെയധികം വിഷമമാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് ഇത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇയാൾ ഇളകുകയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട്